നമുക്കൊരു പ്രൊഫഷൻ എന്നുള്ള രൂപത്തിൽ, ഒരു പാഷൻ എന്നുള്ള രൂപത്തിലായിരുന്നു ഞാൻ ഇതിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പണം സ്വരൂപിക്കുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് നമ്മളിതിങ്ങനെ ചെയ്തു പോവാ, കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോഴും എന്റെ പുറത്തുനിന്നുള്ള വർക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് ഗ്രാഫിക് ഡിസൈനിങ് വർക്കുകൾ, പോസ്റ്റർ ഡിസൈനിങ് ആയിക്കോട്ടെ, ലോഗോ ഡിസൈനിങ് ആയിട്ട് ഒക്കെ എന്താണ് അവിടെ വെച്ചും ചെയ്യുന്നുണ്ടായിരുന്നു വർക്കുകൾ. ക്ലാസ്സിലേക്ക് ലാപ്ടോപ്പ് ആയിട്ടായിരിക്കും പോവുക, എന്നിട്ട് അവിടുന്ന് ഒഴിവ് കിട്ടുന്ന സമയത്ത് ഈ വർക്കുകൾ സബ്മിറ്റ് ചെയ്യുക. ബസ്സിലിരുന്നുകൊണ്ട്, ട്രെയിനിലിരുന്നുകൊണ്ടൊക്കെ ഈ വർക്കുകൾ ചെയ്യുക എന്നുള്ളത് ഒരു ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന ഒരു വർക്കായിരുന്നു. ഈ ഒരു പേരിന്റെ അകത്ത് എന്തോ ഒരു സംതിങ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ആർട്ടുണ്ട്, ഒരു ഇഷ്ടമുണ്ട്, ആർട്ടോട് ഇഷ്ടമുണ്ട്. എന്താ ശരിക്കും പേരിന്റെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് മനുഷ്യനെ തോൽപ്പിക്കാൻ പറ്റുന്നത് നമ്മൾ അതിന്റെ ഒപ്പം പോകാതിരിക്കുമ്പോഴാണ്. അതിനെക്കുറിച്ച് പഠിച്ച് അതിന്റെ ഒപ്പം പോയിട്ട് നമ്മുടെ ജീവിതത്തിൽ അതും ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മുടെ മൈൻഡ് സെറ്റും അതും ഒരുമിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള, നല്ല അർത്ഥവത്തായിട്ടുള്ള റിസൾട്ടുകൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വഴികളിലൂടെ നമുക്ക് നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിഖിൽ. നമ്മൾ ഇന്ന് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് ബാസിൽ അമീൻ എന്ന ചെറുപ്പക്കാരനെയാണ്. ആർട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ആർട്ടിസ്റ്റ എന്ന പേരിൽ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് അത് മുഖേന ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ചെറുപ്പക്കാരെയും അത്തരത്തിൽ ആർട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെയും പ്രാപ്തരാക്കുന്ന ഒരു സംരംഭത്തിന്റെ, ഒരു സംവിധാനത്തിന്റെ ഫൗണ്ടറാണ്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ ബാസിൽ അമീൻ നിന്ന് അറിയാം. ബാസിൽ അമീൻ, വെൽക്കം ടു ദി ഷോ. ബാസിൽ അമീന്റെ നാട് മലപ്പുറമാണ് അല്ലേ? ശരി. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ സാഹചര്യം എന്തൊക്കെയാണെന്ന് പറയും. ഞാന് ഉപ്പ, ഉമ്മ, പിന്നെ 2 അനിയത്തിമാര്, ഒരു അനിയൻ, അങ്ങനെയാണ് ഞങ്ങൾ കുടുംബമുള്ളത്. ശരി ശരി. ബാസിൽ അമീൻ ബൈ പ്രൊഫഷൻ എന്താണ് ചെയ്യുന്നത്? ഞാന് ഗ്രാഫിക് ഡിസൈനിങ്, ബ്രാൻഡിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആർട്ടിനോട് പണ്ടേ താല്പര്യമുള്ള ഒരാളാണ്. ഏകദേശം ഈ ആർട്ടായിട്ടും അല്ലെങ്കിൽ ക്രിയേറ്റീവ് മേഖലയിൽ ഇപ്പൊ ഏകദേശം 7 വർഷത്തിൽ മേലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ശരി ശരി. ഇപ്പൊ നമ്മുടെ ഒരു വിദ്യാഭ്യാസത്തിന്റെ കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നു, സ്കൂളിൽ നിന്ന് +2 കാലഘട്ടം, ആ +2 നിന്ന് ഒരു ഡിഗ്രി കാലഘട്ടം, ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സാധാരണക്കാരായ ചെറുപ്പക്കാരൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് എനിക്കൊരു ഡോക്ടർ ആവണം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ ഒരു കുക്ക്, ഒരു ഷെഫ് ആകണം, അല്ലെങ്കിൽ ഒരു പൈലറ്റ് ആവണം എന്നുള്ള പല പല ആഗ്രഹങ്ങൾ കടന്നു വരാറുണ്ട്. പക്ഷെ അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ പൊതുവെ നമ്മൾ ഒരു റെഫർ ചെയ്ത് കേട്ടിട്ടുള്ള ഒരു കരിയർ അല്ല ഈ പറഞ്ഞ ഒരു ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കരിയർ തെരഞ്ഞെടുക്കുക എന്നുള്ളത്. ഇത് അബദ്ധവശാലങ്ങ് വന്ന് പെട്ടുപോയതാണോ, അതോ ഇത് ഇഷ്ടപ്പെട്ട ഇതിനുള്ളൊരു പാഷൻ കൊണ്ട് നമ്മൾ ഈ ഒരു മേഖലയോട്ട് വന്നു പെട്ടതാണ്? ഇത് ഞാൻ എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ +2 അല്ലെങ്കിൽ എന്റെ ചെറുപ്പം മുതൽ ആർട്ടിനോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. ഇടയ്ക്കിങ്ങനെ ചിത്രം വരക്കാനും, ചില ഈ ഓല കൊണ്ടും അല്ലെങ്കിൽ മുള കൊണ്ടോ അല്ലെങ്കിൽ പേപ്പർ കൊണ്ടൊക്കെ കൃത്യമായിട്ടുള്ള ഓരോ സംഗതികൾ ക്രിയേറ്റ് ചെയ്തെടുക്കാനൊക്കെ വേണ്ടിയിട്ട് എന്റെ ഭാഗത്തുനിന്ന് ശ്രമം സ്വാഭാവികമായിട്ട് ഉണ്ടാവാറുണ്ട്. ഞാനിതൊരു കരിയർ ആയിട്ട് ഒരു ക്രിയേറ്റീവ് മേഖല എന്ന് പറയുന്നതിലേക്ക് കടക്കുന്നത് എന്റെ +2 കഴിഞ്ഞതിന് ശേഷമാണ്. +2 കഴിഞ്ഞ് ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒക്കെ ആവുന്ന സമയത്ത് തന്നെ അവിടെ വെച്ചിട്ട് നമുക്കൊരു ക്രിയേറ്റീവ് ടീം ഉണ്ടാവും. ഗ്രാഫിക് ഡിസൈനിങ്ങും ബ്രാൻഡിങ്ങും ആനിമേഷനും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ടീം ഞങ്ങൾ ബിൽഡ് ചെയ്യേണ്ടത്. സ്പൂൺ ക്രിയേഷൻ എന്നാണ് അതിന്റെ പേര്. അതില് സ്പൂൺ ക്രിയേഷൻ. അതില് ഗ്രാഫിക് ഡിസൈനിങ്, ബ്രാൻഡിങ്, അങ്ങനെ തുടങ്ങിയുള്ള ലോഗോ മേക്കിംഗ് എല്ലാ ഏരിയയിലും കവർ ചെയ്യുന്ന രൂപത്തിലായിരുന്നു. പക്ഷെ നമുക്ക് അതിന്റെ ബേസ് എന്ന് പറയുന്നത് ഈ ഒരു ടീം തന്നെയായിരുന്നു. നമ്മൾ അവിടുന്ന് കോളേജിൽ നിന്നുള്ള വർക്കുകളൊക്കെ ആദ്യം പിടിച്ച് അത് ചെയ്തു കൊടുത്ത് പിന്നീട് പുറത്തുനിന്നുള്ള വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി. അവിടെ കോളേജിൽ ആദ്യമായിട്ട് സംരംഭം എന്നുള്ള രൂപത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങളായിരുന്നു. ഓക്കെ. എനിക്ക് ഈ ഒരു സമയത്ത് വളരെ കാര്യത്തോട് ചോദിക്കാനുള്ള സംഭവം, പൊതുവെ സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിൽ തന്നെ, കൂടുതൽ സ്കൂൾ സമയത്താണ്, ഈ +2 സ്കൂൾ സമയത്താണ് ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് വീട്ടുകാർ നമ്മളെ ഫോഴ്സ്ഫുള്ളി ഒന്ന് ഗൈഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്ക് ഒരു ടീച്ചർ ആകാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ വീട്ടുകാർ നിനക്കൊരു എഞ്ചിനീയർ ആയ പോലെ, നിനക്കൊരു ഡോക്ടർ ആയ പോലെ, നീ അതിനുവേണ്ടി പോയി പഠിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കമ്പല് ചെയ്ത് ഒരു പക്ഷെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു മേഖലയോട് തള്ളിവിടുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് ഇത്തരത്തിലുള്ള ഡിസിഷൻ എടുത്തപ്പോൾ ഇതൊരു വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പക്വതയുള്ള ഒരു തീരുമാനമായിട്ട് വീട്ടുകാർ വിലയിരുത്തി അതിനോട് സപ്പോർട്ട് ചെയ്തു തന്നോ, അതോ ഒരു എതിർപ്പായിരുന്നു? ഇതില് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന സപ്പോർട്ട് ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും നമുക്കൊരു പ്രൊഫഷൻ എന്നുള്ള രൂപത്തിൽ, ഒരു പാഷൻ എന്നുള്ള രൂപത്തിലായിരുന്നു ഞാൻ ഇതിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പണം സ്വരൂപിക്കുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക്
നമ്മളിതിങ്ങനെ ചെയ്തു പോവാ, കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഒരു പ്രൊഫഷൻ എന്നുള്ള രൂപത്തിലേക്ക് ഞാൻ ഇതിനെ സ്വിച്ച് ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് എനിക്ക് സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്നുള്ള പ്രഷർ ഉണ്ടായിരുന്നു. അഥവാ ഈ ഗ്രാഫിക് ഡിസൈനിങ്ങിൽ നിന്ന് എന്ത് ലഭിക്കും, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ എന്നിട്ട് പിന്നെ ചേരുന്നത് നേരെ ജ്വല്ലറി ഡിസൈനിങ്ങിലേക്കാണ് ചേരുന്നത്. ജ്വല്ലറി ഡിസൈനിങ് പഠിക്കാനും വേണ്ടി ചെയ്യുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോഴും എന്റെ പുറത്തുനിന്നുള്ള വർക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് ഗ്രാഫിക് ഡിസൈനിങ് വർക്ക്, പോസ്റ്റർ ഡിസൈനിങ് ആയിക്കോട്ടെ, ലോഗോ ഡിസൈനിങ് ആയിട്ട് ഒക്കെ എന്താണ് അവിടെ വെച്ചും ചെയ്യുന്നുണ്ടായിരുന്നു വർക്കുകൾ. ക്ലാസ്സിലേക്ക് ലാപ്ടോപ്പ് ഇട്ടായിരിക്കും പോവുക. എന്നിട്ട് അവിടുന്ന് ഒഴിവ് കിട്ടുന്ന സമയത്ത് ഈ വർക്കുകൾ സബ്മിറ്റ് ചെയ്യുക. ബസ്സിലിരുന്നുകൊണ്ട്, ട്രെയിനിലിരുന്നുകൊണ്ടൊക്കെ ഈ വർക്കുകൾ ചെയ്യുക എന്നുള്ളത് ഒരു ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന ഒരു വർക്കായിരുന്നു. വർക്ക് ചെയ്ത് പാർട്ട് ടൈം ആയിട്ട് പിന്നെ ഫുൾ ടൈം ആയിട്ട് ഇപ്പം നന്നായിട്ട് എൻജോയ് ചെയ്തിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതെ. ഇപ്പോഴ് ആർട്ടിസ്റ്റ് എന്ന പേരിൽ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് ആ കമ്മ്യൂണിറ്റിക്ക് അത് നിന്നുകൊണ്ട് ആളുകൾക്ക് വേണ്ട ഗൈഡ് ലൈൻസ് കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണല്ലോ ആ ഒരു പ്ലാറ്റ്ഫോം വന്നിരിക്കുന്നത്. അതിന് വിശദമായിട്ട് അതെ. പറയേണ്ടതായിട്ടുണ്ട്. അതിന് മുന്നേ ഞാൻ ചോദിക്കാം, എന്റെ ക്യൂരിയോസിറ്റിയോട് ചോദിക്കുകയാണ്, ഈ ഒരു പേരിന്റെ അകത്ത് എന്തോ ഒരു സംതിങ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ആർട്ടുണ്ട്, ഒരു ഇഷ്ടമുണ്ട്, ആർട്ടിനോട് ഇഷ്ടമുണ്ട്, എന്താ ശരിക്കും പേരിന്റെ ഒരു 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 ഈ പേര് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ റിസർച്ച് ചെയ്തു. ഞാൻ ഓൾറെഡി ബ്രാൻഡിങ് എന്നുള്ള മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അഥവാ ആളുകൾക്ക് പേരുകൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക, അവർക്ക് ലോഗോ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക, ആ അർത്ഥത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പേര് കിട്ടണമെന്ന് സ്വാഭാവികമായിട്ട് ഞാൻ ആഗ്രഹിക്കും. സ്വന്തം സ്ഥാപനമാണല്ലോ. അപ്പോ ഞാൻ അതിനു വേണ്ടിയിട്ട് പല അർത്ഥത്തിൽ നോക്കി. ആർട്ട് ബേസ് ചെയ്തിട്ട് നോക്കി, ക്രാഫ്റ്റ് ബേസ് ചെയ്തിട്ട് നോക്കി, അങ്ങനെ പലതും നോക്കിയിട്ടാണ് ആർട്ട് എന്നുള്ള പേരും പിന്നീട് ഇഷ്ടം എന്നുള്ള കൂടി ചേർന്നിട്ട് ആർട്ടിസ്റ്റ എന്നുള്ള പേരും, ആർട്ടിസ്റ്റ് എന്നുള്ള സ്വാഭാവികമായിട്ട് കേൾക്കുന്നതാണ്, അതിനെ ആർട്ടിസ്റ്റ എന്നുള്ളതിലേക്ക് ഈ രണ്ട് വാക്കും കൂടി ചേർത്തെടുക്കാൻ ചെയ്തത്. അത് ഇതിന്റെ മുന്നേ ക്രാഫ്റ്റ് ഇഷ്ടം, എല്ലാ മേഖലയും ഞാൻ ട്രൈ ചെയ്തിരുന്നു. പക്ഷെ ഇവിടെ ക്രാഫ്റ്റ് എന്നുള്ള പേര് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വന്നൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രാഫ്റ്റ് മെറ്റീരിയൽ ബേസ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ്. അതിൽ ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. നമ്മൾ ഹാൻഡ് വർക്ക് ആയിക്കോട്ടെ, മറ്റെന്തെങ്കിലും വർക്കുകൾ ചെയ്യുന്നത് ഒരു മെറ്റീരിയൽ ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴാണ് അത് ക്രാഫ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുക. അതിനെ ആർട്ടായിട്ട് ഇതാക്കുന്ന സമയത്ത് എല്ലാ മേഖലയിലും അത് ടച്ച് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് പിന്നീട് ആർട്ടിസ്റ്റ എന്നുള്ള പേരിലേക്ക് ഞാൻ എത്തുന്നത്. ശരി ശരി, ഇത് വളരെ എന്തുവാ അട്രാക്റ്റീവ് ആയിട്ടുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരാശയം പിടികിട്ടുന്ന രീതിയിലുള്ള പേരാണ്. സിമ്പിൾ ആണ്, ഹമ്പിൾ ആണ്, ഗ്രേറ്റ് ആണ്. കൺഗ്രാറ്റ്സ്. പിന്നെ എനിക്ക് ചോദിക്കാൻ മറ്റൊരു കാര്യം, ഈ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി നമ്മളൊരു ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളവരായിരിക്കും? ചെറുപ്പക്കാരായിട്ടിരിക്കുന്നവരാണോ, അതോ വർക്കിംഗ് പ്രൊഫഷണൽസിനെയാണോ, അതോ സ്റ്റുഡൻസിനെയാണോ, എങ്ങനെയാണ്? നമുക്ക് ഇതിൽ അങ്ങനെ ഒരു സ്പെസിഫിക് ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് ബേസ് ആയിട്ട് യങ് എന്നുള്ള, അത് യൂത്തന്മാരെന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ടീംസിനെ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് എല്ലാവർക്കും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. ഇവിടെ നമുക്കൊരു സ്പെസിഫിക് ടാർഗറ്റ് എന്ന് പറയുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏത് ഏരിയയിലും കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. എത്ര ചെറുപ്പക്കാരായാലും ചിത്രം വരക്കുന്നവരുണ്ട്, എത്ര മുതിർന്നാലും ചിത്രം വരക്കുന്നവരുണ്ട്. അങ്ങനെ ഏത് ഏജ് കാറ്റഗറിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് ആർട്ടിസ്റ്റിലൂടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ശരി ശരി ശരി. അപ്പൊ ഏത് പ്രായം എന്ന് പറഞ്ഞ ഒരു ഫാക്ടറേ അല്ല, ഈ ആർട്ടിനോട് താല്പര്യമുള്ള, ആർട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കിലൂടെ കടന്നു വരാം. ഈ കമ്മ്യൂണിറ്റി കൂടി അവർക്ക് അവരുടെ കഴിവുകൾ ഡെവലപ്പ് ചെയ്യാം, വേണം ഒരു കരിയർ തന്നെ ഡെവലപ്പ് ചെയ്യാനുള്ള സൗകര്യം കൊടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അല്ലേ? ശരി 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 ശരി. ഇനി ഏതൊരു പോയിന്റ് ഔട്ട് ചെയ്ത് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ, സംഭവം എല്ലാം വ്യക്തമാണ്, കാര്യങ്ങൾ പറയുന്നതിനകത്ത് കാര്യങ്ങൾ വ്യക്തമാണ്. എന്നാൽ കൂടി ഒന്നുകൂടി പോയിന്റ് ഔട്ട് ചെയ്ത് പറയാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് എടുത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് ഒരു 2, 3, 4 പോയിന്റുകളായിട്ട് പറയാൻ സാധിക്കും. നമ്മള് ഇവിടെ എന്താണ് ഫോക്കസ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്നുള്ളത് ആർട്ട്ഫുൾ തിങ്കിങ് എന്ന് പറയുന്ന പോയിന്റാണ്. ആർട്ട്ഫുൾ തിങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന എല്ലാ കാഴ്ചകളും, നമ്മൾ മുന്നിലൂടെ കടന്നു വരുന്ന എല്ലാ സിറ്റുവേഷൻസിനെയും, എല്ലാ പ്രോബ്ലംസിനെയും നമ്മളൊരു ആർട്ട് മൈൻഡ് സെറ്റോട് കൂടി, അല്ലെങ്കിൽ ക്രിയേറ്റീവ് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് കാണുക എന്നുള്ളതാണ് ആർട്ടിസ്റ്റ് പഠിപ്പിക്കുന്നത്. ഇതുകൊണ്ട് ഒരാൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു സാഹചര്യം പറയാം. ഞാൻ നിലവിൽ ബ്രാൻഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ ബ്രാൻഡിങ്ങിന്റെ സമയത്ത് പലപ്പോഴും എനിക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ വരാറുണ്ട്. എവിടെയാണ് തുടങ്ങേണ്ടത് എന്നുള്ള ഒരു പ്രശ്നം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വരുന്നതാണ്. ആ പ്രശ്നത്തിന് ഞാൻ സോൾവ് ചെയ്യാന് ഞാൻ അറിയാതെ തന്നെ ഈ ഒരു ആർട്ടിഫിഷ്യൽ തിങ്കിങ് എന്നുള്ള പ്രോസസ്സിലൂടെ കടന്നു പോകാറുണ്ടായിരുന്നു. അതാണ് ഞാൻ ഇതിലൂടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ
ഞാൻ അതിനു വേണ്ടിയിട്ട് ചിലപ്പോ ഒന്ന് പുറത്തിറങ്ങി നടക്കുക, അല്ലെങ്കിൽ പ്രകൃതിയിലൂടെ ഒന്ന് സഞ്ചരിക്കുക. നമ്മൾ കാണുന്ന കാഴ്ചകളിലൊക്കെ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ആലോചിക്കുക. നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഈ ഒരു വിഷയത്തോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ചിന്തയിലൂടെ നമ്മൾ കടത്തിക്കൊണ്ട് പോവുക എന്നൊക്കെ പറയുന്നതിലൂടെ തന്നെ നമ്മുടെ എന്താണ് ആവശ്യത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നത്തിലേക്കുള്ള ഒരു സൊല്യൂഷൻ അതിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതാണ് ഇതിൽ ഏറ്റവും ബേസ് ആയിട്ട് ഇതിന്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് അത് തന്നെ. ശരി ശരി. ഇപ്പൊ ഇൻ ഫ്യൂച്ചർ ശരിക്കും കോളേജ് സ്കൂൾ വിദ്യാർത്ഥികൾക്കൊക്കെ വേണ്ടിയിട്ട് അവർക്ക് ഇതിന്റെ കുറച്ചും കൂടി ഡെപ്തിൽ ഇതിന്റെ ആശയങ്ങളൊക്കെ മനസ്സിലാക്കാനും മറ്റു സാധ്യതകൾ മനസ്സിലാക്കാനൊക്കെ ആയിട്ട് വർക്ക്ഷോപ്പുകൾ, എക്സിബിഷൻസ് ഇങ്ങനെയുള്ളതൊക്കെ നടത്തുന്നതിന് ആർട്ടിസ്റ്റ് അത്തരത്തിലുള്ള പ്ലാനിങ് പ്രൊജക്ട്സിലൊക്കെ ഉണ്ടോ? അത് സ്വാഭാവികമായിട്ടും ഉണ്ട്. നമുക്ക് ഇവിടെ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. നമുക്ക് ഇത് കോഴ്സുകളും മറ്റു സംഗതികളും ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും ഇതൊരു കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ. ഞാൻ ഇതിന്റെ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാനിതൊരു 1 വർഷം 2 വർഷം മുന്നേ പ്ലാൻ ചെയ്ത ഒരു സംഗതിയാണ്. പിന്നീട് അതിന്റെ പല പ്രോസസ്സിലൂടെ കടന്നു വന്നിട്ടാണ് പിന്നീട് ഇത്തരം ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് ഞാൻ എത്തുന്നത്. അതിന്റെ ഫസ്റ്റ് പോയിന്റ് തന്നെ ഞാൻ ആലോചിച്ചത് ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരു കൃത്യമായിട്ട് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഒന്നുകൂടി ക്വസ്റ്റ്യൻ. ഇത് എക്സിബിഷന് അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സിബിഷൻസ്. ഓക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഓക്കെ ഓക്കെ. ചെറുപ്പക്കാർക്ക് ഒരു കരിയർ ഗ്രോത്തിന് അല്ലെ കരിയറായിട്ട് മാറ്റപ്പെടാം എന്നുള്ളതിനുള്ള സാധ്യതകൾ നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതെ. അതുണ്ട്. അതെ, ഈ കമ്മ്യൂണിറ്റിയിൽ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് പരസ്പരം സംസാരിക്കാനും, നമുക്ക് പരസ്പരം ഇന്ററാക്ട് ചെയ്യാനും, അവരുടെ ആശയങ്ങൾ പറയാൻ, അവരുടെ എക്സ്പീരിയൻസുകൾ സംസാരിക്കാനൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാവും. ഈ അവസരങ്ങൾ കൂടുതലാവുന്നതോടുകൂടി, അതായത് ഇതിലേക്ക് കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള രൂപത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എക്സിബിഷൻസുകളായിട്ടും ഇതിന്റെ പല രീതിയിലുള്ള ഇന്ററാക്ഷൻ സെക്ഷൻസ് ആയിട്ടും നമുക്ക് എന്തായാലും കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത് തന്നെയായിരുന്നു ഇതിന്റെ തുടക്കത്തിലുള്ള പ്ലാൻ ഉണ്ടായിരുന്നത്. അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും അതൊക്കെ അനിവാര്യമായിട്ട് തന്നെ വരുന്നുള്ളതാണ് അല്ലേ? വരും വരും. കാരണം ഇവിടെ സ്വാഭാവികമായിട്ടും കാരണം ഇവിടെ ആർട്ടാണല്ലോ നമ്മുടെ സബ്ജക്ട്. ആ ആർട്ടിനെ നമുക്ക് ആളുകളിലേക്ക് എത്തിച്ചാലേ ഉള്ളൂ അതിനൊരു ബെനിഫിറ്റ് എന്നുള്ളത് കിട്ടുക. അതിനുള്ള സപ്പോർട്ടുകൾ എന്തായാലും ആർട്ടിസ്റ്റുകളുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ പൊതുവെ കൃത്യമായിട്ടുള്ള ആർട്ടിന് ഉൾക്കൊള്ളുന്ന ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള വായിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിൽ ചോദിക്കുകയാണ്. ഈ ആർട്ട് പരമായിട്ടുള്ള കാര്യം ഇതൊരു കലയായിട്ടാണ് പറയുന്നത് അല്ലെ? ദൈവികമായിട്ടുള്ള കലയായിട്ട് പറയുന്നവരുണ്ട്, അതല്ലാതെയുള്ള പ്രകൃതി നൽകിയ കലയായിട്ട് പറയുന്നവരുണ്ട്. ഇങ്ങനെയുള്ളൊരു കലയ്ക്ക് ഒരു വിലയിടുന്നത്, ഒരു മൂല്യം ഇടുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ നമ്മൾ ഇപ്പൊ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ, ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആണ്, പല വർക്കുകൾ ചെയ്യിക്കുന്നുണ്ട്, പല വർക്കുകളിൽ ഈ മ്യൂറൽ പെയിന്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുകൊണ്ടിരിക്കുന്ന സംവിധാനമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് പറഞ്ഞ് വർക്ക് ചെയ്ത് അതിനകത്ത് തന്നെ നമുക്ക് എന്തുവാ വില പേശി റേറ്റ് കുറപ്പിച്ച് ചെയ്യിക്കുന്ന സംവിധാനമൊക്കെ കാണാറുണ്ട്. ഇത് തന്നെ ലോഗോ ഡിസൈനിങ്ങിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പ്രൊമോഷൻ ആർട്സ് ചെയ്യുന്നതിനൊക്കെ ആയിക്കോട്ടെ ഒക്കെ കാണാറുണ്ട്. ഇതിനെ കുറിച്ച് എന്താണ് ബാസിന്റെ പറയാനായിട്ടുള്ളത്? അത് ഇതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കേരളത്തിന്റെ സിറ്റുവേഷൻ പൊതുവെ ഒന്ന് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കേരളത്തിൽ പലപ്പോഴും ആർട്ട് വർക്കുകൾക്ക് അല്ലെങ്കിൽ ക്രിയേറ്റീവ് വർക്കിന് മെറ്റീരിയൽ വാല്യൂ പോലും കണക്കാക്കപ്പെടുന്നില്ല എന്നുള്ളത് ഒരു സങ്കടപ്പെടുന്ന വിഷയം. അത് എത്രത്തോളാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് എന്നെ സംബന്ധിച്ചിടത്തോളം ലോഗോ ചെയ്യുമ്പോൾ ഇതിന് എത്ര രൂപ എന്ന് പറയുമ്പോ ഇത് ചെറിയൊരു ഐക്കൺ അല്ല, ഇതിനെന്താണ് ഇത്ര വില എന്നുള്ള അർത്ഥത്തിലുള്ള ചോദ്യം. അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആ ഒരു പോസ്റ്ററിന് എന്താ എത്ര വില എന്നുള്ള ചോദ്യം. നമ്മളെ ഐഡിയാസും നമ്മളവിടെ അതിന്റെ പിന്നിൽ ചെയ്യുന്ന വർക്കിനും യാതൊരു വിലയും കൽപ്പിക്കാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് പൊതുവെ കേരളത്തില് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സിറ്റുവേഷനെ മാറ്റിയെടുക്കുക എന്നുള്ളത് ആർട്ടിസ്റ്റുകളുടെ ഒരു വലിയ ചാലഞ്ചാണ്. അങ്ങനെ അതിനെ ഫേസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തില് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി കൂടിയാണ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു പ്രോസസ്സ് ഇവിടെ കൊണ്ടുവരണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മൈൻഡ് സെറ്റ് ഇവിടെ മാറ്റിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആർട്ടിന്റെ വാല്യൂ ഇവിടെ കൂട്ടണം. ആർട്ട് എന്താണെന്നുള്ളത് നമ്മുടെ നാട്ടുകാർക്ക് മനസ്സിലാവണം. ആർട്ടിന് എത്രത്തോളം വില കൽപ്പിക്കണം എന്നുള്ളത് അവര് ഐഡന്റിഫൈ ചെയ്യണം. അത് അവരുടെ മൈൻഡ് സെറ്റിൽ ആ മാറ്റം വരണം. അതിനൊക്കെ നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ഹൈ കമ്മിറ്റ്മെന്റോട് കൂടിയുള്ള ഒരു ഒരു കമ്മ്യൂണിറ്റി നമ്മുടെ ബാക്കിൽ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഇത്തരം പ്രശ്നങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തൊരു ചോദ്യം കുറച്ച് ഡെപ്തിലായിട്ടുള്ളതാണ്. കാരണം അത്ര റിസർച്ച് ദാസ് നടത്തിയോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ കേരളത്തിന്റെ കാര്യം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്.
നിലവിൽ കേരളത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഇത് കൃത്യം വാല്യൂ ഫോർ നമ്മുടെ എഫേർട്ട് കിട്ടുന്നില്ല എന്നൊരു ഒരു ആക്ഷേപമായിട്ട് നമ്മൾ ആ പറയുമ്പോഴും കേരളത്തിന് പുറത്തുള്ള മറ്റ് സ്റ്റേറ്റുകളിൽ ഇതിനുള്ള സാധ്യത ഈ ആർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള കലകൾക്ക് ആർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള കരിയേഴ്സിനൊക്കെ ഇത്രയും ഒരുപാട് സാധ്യത ഉണ്ട് എന്ന് വിലയിരുത്തുന്നുണ്ടോ? ആ ഇപ്പൊ നമ്മള് എന്താണ് അടുത്ത സംസ്ഥാനങ്ങളിൽ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഒന്നുകൂടി പരിശോധിക്കേണ്ട കേസാണ്. പക്ഷെ നമ്മൾ പുറം രാജ്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പുറത്തുള്ള ചില ആർട്ട് വർക്കുകളിലൊക്കെ നമ്മൾ ജസ്റ്റ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആർട്ട് വർക്കുകൾക്ക് പോലും നമ്മൾ അവർ വിലയിട്ട് വിൽക്കുന്നത് എന്താണ് $1000, $2000, $3000 എന്നൊക്കെ പറഞ്ഞിട്ട് ചില പാറ്റേൺസുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് വിലയിട്ടിട്ട് അതിനെ എക്സിബിറ്റ് ചെയ്തുകൊണ്ട് അവർ ചെയ്യുന്ന മാർക്കറ്റിംഗ് ഒക്കെ കാണുമ്പോൾ നമുക്ക് പലപ്പോഴും നമുക്ക് ഇതൊന്നും സാധിക്കുന്നില്ലല്ലോ എന്നുള്ളത് നമ്മളിങ്ങനെ ആലോചിക്കുന്നുണ്ട്. നമ്മൾ തുടക്ക സമയത്ത് ആലോചിക്കാറുണ്ട് പൊതുവെ. അപ്പൊ അതിനെന്ത് പരിഹാരം എന്നുള്ളത് എന്റെ ഭാഗത്തു നിന്നുള്ള ചിന്ത സ്വാഭാവികമായിട്ടുണ്ടായിരുന്നു. അതിന് മാർക്കറ്റിൽ വാല്യൂ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്ത് ഇതിന് വാല്യൂ ഉണ്ട്. ആ വാല്യൂ നമുക്ക് കേരളത്തിലോട്ടും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലോട്ടും അതിനെ എത്തിക്കണം എന്നുള്ളത് ഒരാഗ്രഹമുണ്ട്. ശരി ശരി. അവസാനം ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കട്ടെ. പൊതുവെ ഏതൊരു ഓക്കെ. മേഖല എടുത്താലും ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഏത് മേഖല എടുത്താലും ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരുപാട് വെല്ലുവിളികൾ നമുക്ക് നേരിടാറുണ്ട്. മത്സരങ്ങളുണ്ട്, അത് കൂടാതെ പ്രതിസന്ധികളുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ടെക്നോളജികളുടെ ആവിർഭാവമാണ്. ഒരു തലത്തിൽ പറഞ്ഞ ടെക്നോളജികളൊക്കെ അത്യാവശ്യമാണ്, ടെക്നോളജികൾ വേണം എന്ന് പറയുമ്പോഴും ഇപ്പൊ ഒരു ഉദാഹരണം ഗ്രാഫിക് ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ഡിസൈനിങ് പോലുള്ള ഒരു ജോബ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്ക് ഇപ്പൊ പുതുതായിട്ട് വരുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ChatGPT പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വെല്ലുവിളി ഉയർത്തുന്നില്ല. ഈ വെല്ലുവിളികളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതൊരു പോസിറ്റീവ് ആയിട്ട് സൈഡ് നോക്കിക്കാണുമോ, നെഗറ്റീവ് സൈഡ് നോക്കിക്കാണുമോ? ഇനി പോസിറ്റീവ് സൈഡിലാണ് നോക്കിക്കാണുന്നതെങ്കിൽ ഇത് കൂടെ രണ്ട് സബ് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. പോസിറ്റീവ് സൈഡിലാണ് നോക്കിക്കാണുന്നതെങ്കിൽ അത് എന്തുകൊണ്ട്, അല്ല നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട്, നമ്മൾ കൂടി വിശദീകരിക്കും. ഓക്കെ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ സമൂഹത്തിൽ ഇത്ര വ്യാപകമായിട്ട് വരാൻ തുടങ്ങിയത് ഏകദേശം ഒരു 2 വർഷത്തിന്റെ ഉള്ളിലാണ്. ആ 2 വർഷത്തിനുള്ളിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട്. ഞാന് അത് ഇമേജുകൾ എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കി. അത് ഞാനൊരു 3-4 വർഷം മുന്നേ തന്നെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പൊ നമുക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് അല്ലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോ നമുക്ക് കുറച്ചുകൂടി നമ്മൾ പറയുന്നതിനെ തരുന്ന രൂപത്തിലേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളർന്നിട്ടുണ്ട്. എന്നാലും ഞാൻ അപ്പോഴും പ്രതീക്ഷിച്ചിരുന്ന സംഗതിയാണ് വീഡിയോയിലോട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കടക്കൂല എന്നുള്ളത്. പക്ഷെ ഇപ്പോ നമ്മൾ ജസ്റ്റ് പ്രോംപ്റ്റ് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഷോർട്ട് ഫിലിം വരെ തയ്യാറാക്കി തരാൻ പറ്റുന്ന രൂപത്തിലേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളെ എത്രത്തോളാണ് ബാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ മേഖലയിലേക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കടന്നു വരും. അതിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റൂല. പക്ഷെ നമുക്ക് അതിനോടൊപ്പം പോകാൻ പറ്റും. നമുക്ക് അതിനെ പഠിച്ചുകൊണ്ട് അതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് നമ്മുടെ വർക്കുകളിലൊക്കെ കുറച്ചുകൂടി സുഗമമാക്കാൻ വേണ്ടിയിട്ട് ഇത് സാധിക്കും. ഇനി ഇത് ആർട്ടിനെ ബാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ മനസ്സിലാക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എത്ര വന്നു കഴിഞ്ഞാലും നമ്മൾ ക്രിയേറ്റീവ് മേഖല ഹാൻഡ് മെയ്ഡ് വർക്കുകൾക്ക് അല്ലെങ്കിൽ ആർട്ട് ബേസ് ചെയ്തിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് നമ്മളെ ചിന്താശേഷി വർദ്ധിപ്പിക്കുന്ന രൂപത്തിൽ ചെയ്യുന്ന വർക്കുകൾക്ക് അതിന്റെ വാല്യൂ കുറച്ചുകൂടി കൂടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇതിനെ കുറിച്ച് ജസ്റ്റ് നോക്കിയ സമയത്ത്. പിന്നെ വരുന്ന സംഗതി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് മനുഷ്യനെ തോൽപ്പിക്കാൻ പറ്റുന്നത് നമ്മൾ അതിന്റെ ഒപ്പം പോകാതിരിക്കുമ്പോഴാണ്. അതിനെക്കുറിച്ച് പഠിച്ച് അതിന്റെ ഒപ്പം പോയിട്ട് നമ്മുടെ ജീവിതത്തിൽ അതും ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മുടെ മൈൻഡ് സെറ്റും അതും ഒരുമിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള നല്ല അർത്ഥവത്തായിട്ടുള്ള റിസൾട്ടുകൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വഴികളിലൂടെ നമുക്ക് നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും. അത് ആർട്ടിഫിഷ്യൽ വന്നതിന്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ആർട്ടിഫിഷ്യൽ വന്നത് നമുക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ഒരു ഗുണമായിട്ട് തന്നെ വരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മളോട് മത്സരിക്കാൻ നല്ലൊരു പ്രതിയോഗി വരുമ്പോഴാണ് നമുക്ക് അവരെക്കാളും മുകളിൽ ചിന്തിക്കാനും അവരെക്കാൾ അല്ലെ മുകളിൽ യൂണിക് ആയിട്ട് നല്ല ഔട്ട്പുട്ട് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ടും ഞാൻ പറയാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഇതുവരെ ബ്രാൻഡിങ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു വർക്ക് വരുന്നു, അതിന് വേണ്ടിയിട്ട് നമ്മൾ പല തരത്തിൽ റിസർച്ച് നടത്തുന്നു. ഇതിനു മുന്നേ എവിടെയൊക്കെയാണ് ഇത്തരം കമ്പനികൾക്ക് വേണ്ടിയിട്ട് ലോഗോ ചെയ്തിട്ടുള്ളത്, ആ ലോഗോന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വന്നിട്ടുള്ളത്, അതിന്റെ മീനിങ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമ്മൾ റിസർച്ച് സ്വാഭാവികമായിട്ടും നടത്തും. ആ റിസർച്ചിന് ഒപ്പം ഇപ്പൊ ഞാൻ ചെയ്യുന്ന വേറെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ മീനിങ് വരേണ്ടത് എന്നുള്ളതൊക്കെ ഇത്തരം സൈറ്റുകളിലൂടെ ഒന്നിട്ടിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ലോഗോ ഇമേജുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അത് റെഫറൻസ് ആക്കി എടുക്കുകയും അതിനോടൊപ്പം തന്നെ ആദ്യം ഉണ്ടായിരുന്ന റെഫറൻസ് മെത്തേഡുകൾ യൂസ് ചെയ്തിട്ട് രണ്ടും കൂടി കോമ്പിനേഷൻ ചെയ്തിട്ട് മറ്റൊരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ്. അത് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നുകൊണ്ട് ഉണ്ടായിരുന്ന വെച്ചാണ്.
ശരി, ശരി. എന്തായാലും ഒരുപാട് പ്രതിസന്ധികളും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ പോസിറ്റീവായിട്ട് നോക്കിക്കണ്ടുകൊണ്ട് അതിന് മുകളിൽ ഉള്ള പരിഹാര മാർഗങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് ആർട്ടിസ്റ്റ പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ Yeah. ദിശാബോധമുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ്. വ്യക്തമായ പ്ലാനിങ്ങുകളുണ്ട്. ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്രൊജക്ട് പ്ലാനിങ്ങും ഉണ്ട് വാസു എന്നാണ് Yeah. ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ ഭംഗിയായിട്ട് അത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളും കടന്ന് നമുക്ക് മാതൃകയായിട്ടിരിക്കുന്നത് കണ്ട് കൊതിച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു രാജ്യങ്ങളിലെ ഇതിന്റെ വാല്യൂ കാണുമ്പോൾ അത്തരത്തിൽ ആ ഇന്ത്യക്ക് പുറത്തോട്ട് പോയിക്കൊണ്ട് അവിടെയും വിശാലമായിട്ടുള്ള വാതായനങ്ങൾ തുറന്നുകൊണ്ട് അവിടെ ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു സംവിധാനമായിട്ട് ആർട്ടിസ്റ്റ മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. കൂടുതലായിട്ട് എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരോട് പറയാനുണ്ടെങ്കിൽ പറയാം. ആർട്ടിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആർട്ടുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ആർട്ടിസ്റ്റ. ആ കമ്മ്യൂണിറ്റി നമുക്ക് വളർത്തിയെടുക്കണം. നമുക്ക് ആളുകളുടെ കാഴ്ചപ്പാടുകൾ മാറ്റാൻ സാധിക്കണം. ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. താങ്ക് യു. താങ്ക് യു ബാസിൽ. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം.